ശബരിമലയിൽ സ്വർണ്ണമേ ഇല്ല, സ്വർണം ഇല്ലാത്ത സ്വർണ്ണം കളവ് പോവില്ലല്ലോ, ഇതാണ് വാദം. വലിയ ആശ്ചര്യം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ സാർ. അതെ, അത് പറഞ്ഞിരിക്കുന്ന ആൾ എൻ വാസുവാണ്. എൻ വാസു ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിലെ ഡിഫൻസ് അതാണ്. ഡിഫൻസ് എന്താണെന്ന് വെച്ചാൽ ശബരിമലയിൽ സ്വർണം ഇല്ല, ഈ പറഞ്ഞ സംഗതികളിലൊന്നും സ്വർണ്ണമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞതായിട്ടുള്ള ഒരു രേഖയും അവിടെ ഇല്ല. അതുകൊണ്ട് ഇത് സ്വർണം പൊതിഞ്ഞതാണ് എന്നറിയാൻ എനിക്കൊരു മാർഗം ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ള രേഖകളിൽ സ്വർണം പൊതിഞ്ഞതല്ല, വെറും ചെമ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ നിലപാട് സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. ഇതാണ് വാസുവിൻ്റെ വാദം. വാസുവിനെ ഏതെങ്കിലും നല്ല വക്കീൽ പറഞ്ഞു കൊടുത്തായിരിക്കും. പക്ഷേ എത്ര നല്ല വക്കീലായാലും അതിനകത്തൊരു കുഴപ്പമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ശബരിമലയിൽ അവിടെ രേഖകളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെയാണ്. ശബരിമലയിൽ മല്ലയ്യ വന്നതെന്ന് സ്വർണം തങ്കം പൊതിയുന്നത് അന്ന് എല്ലാത്തിലും വാർത്തയായിരുന്നു. തങ്കം പൊതിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ ഫയലുകൾ ദേവസ്വം ഓഫീസിലില്ലെങ്കിൽ അത് മുഖ്യവരുടെ കൂട്ടത്തിൽ വാസു ഉണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടതാണ്. കാരണം വാസു അവിടെ കമ്മീഷണറായിരുന്നു, പിന്നീട് ബോർഡ് ചെയർമാനായ ആളാണ്. കമ്മീഷണറും ബോർഡ് ചെയർമാനുമായ ഒരാൾക്ക് അവിടുത്തെ ഇത് ചെമ്പ് സ്വർണം പൊതിഞ്ഞ ചെമ്പാണ് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് അതിക്രമമാണ്. അതുകൊണ്ട് അത് കോടതിയിൽ നിന്നുള്ള സംശയം ഉന്നയിച്ചു. നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചു. ഇതേ ഡിഫൻസ് ആയിരിക്കും തന്ത്രി കൊടുക്കുക. കാരണം തന്ത്രിയാണ് ആദിമ മഹസ്ര എഴുതിയേക്കണം. ആദിമ വ്യാജരേഖ ഈ കാര്യത്തിലുള്ളതെന്ന് വെച്ചാൽ തന്ത്രി എഴുതിയിരിക്കുന്ന സാധനമാണ്. അതാണ് ആദിമ വ്യാജരേഖ. അത് മഹസ്രാണ്. അതിലും ചെമ്പ് പാളി എന്നാണ് പറഞ്ഞേക്കുന്നത്, ചെമ്പ് തകിട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചെമ്പ് തകിട് എന്ന സിദ്ധാന്തം തന്ത്രിയും വാസുവും പത്മകുമാറും എല്ലാം ഒരുമിച്ച് ചേർന്ന് എടുത്തതാണ് എന്നാണ് ഇതിൽ നിന്ന് സിദ്ധിക്കുന്നൊരു കാര്യം. ഇവരെല്ലാവരും ഒരേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാവരും പറയുന്നത് അവിടെ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ള കാര്യം തങ്ങൾക്കറിയില്ല എന്നാണ് പറയുന്നത്. തന്ത്രി എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? കണ്ഠരര് രാജീവരര്. അദ്ദേഹം ആയിരുന്നു മല്ലയ്യ സ്വർണം പൊതിയുന്ന സമയത്തും തന്ത്രി. ഈ തന്ത്രി ഇടയ്ക്കിടയ്ക്ക് മാറും. കാരണം ഇവർ ഓൾട്ടർനേറ്റീവായിട്ട് മാറി എടുത്തുകൊണ്ടിരിക്കണം. അത് കാശ് കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്ത്രിമാരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം എല്ലാവർക്കും കാശ് കിട്ടണമല്ലോ. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഇത് ഒരു കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ശാന്തിമാരുടെ പ്രധാനപ്പെട്ട പണി നെയ്യ് വിൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? നെയ്യ് വിറ്റുകൊണ്ടിരുന്നു. 5 ലക്ഷം രൂപയുടെ നെയ്യ് വിറ്റിരുന്നു എന്നാണ് പറഞ്ഞാൽ. ഇതിനിടയിൽ എന്ത് ശാന്തിപ്പണി? ശാന്തിപ്പണി എടുത്തുക, ഈ നെയ്യ് വിൽക്കുന്ന 5 ലക്ഷം രൂപയുടെ ലാഭം കിട്ടുക? അത് കിട്ടില്ല. 5 ലക്ഷം രൂപയല്ല ഒരു ദിവസം കിട്ടുന്നത്, ചെറിയ കാര്യമാണ്. പിന്നെ അത് കൂടാതെ വേറെ വരുമാനം എല്ലാം കൂടി ഒരു 10-15 ലക്ഷം രൂപ അവിടെ നിന്ന് കക്കാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഒരു കീഴ്ശാന്തിക്ക് പോലും. അപ്പോൾ മേൽശാന്തിയുടെ വരുമാനം എന്തായിരിക്കും? തന്ത്രിയുടെ വരുമാനം എന്തായിരിക്കും? തന്ത്രിയെയും തന്ത്രം പഠിപ്പിക്കുന്ന വാസുവിൻ്റെ വരുമാനം എന്തായിരിക്കും? ഇങ്ങനെ എല്ലാവരും കൂടി കൂട്ടം ചേർന്ന് കട്ടുമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യപ്പന് സഹിക്കാൻ വയ്യാതെ അയ്യപ്പൻ ഇടപെട്ടതാകാനാണ് സാധ്യത. കാരണം ഇതിനൊക്കെ ഒരു എന്താണ്, നിലാവുണ്ടെന്ന് കരുതിയിട്ട് പുലരും വരെ കക്കയാണെന്ന് പറയില്ലേ? നിലാവുണ്ട് എന്ന് കരുതി പുലരും വരെ കക്കയായിരുന്നു. ഇവർ 3 പേരും ഒരേ ഡിഫൻസാണ് എടുക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇവിടെ സ്വർണ്ണം ഉള്ള കാര്യം പത്മകുമാർ. എനിക്കറിയില്ലായിരുന്നു ഇവിടെ സ്വർണം പൂശിയ കാര്യം തന്ത്രി. എനിക്കറിയില്ലായിരുന്നു ഇവിടെ സ്വർണം പൂശിയ കാര്യം വാസു. ഇനി എല്ലാവരും തങ്ങൾക്കിത് അറിയില്ല എന്ന ഡിഫൻസായിരിക്കും എടുക്കാൻ പോകുന്നത്. സ്വർണം പൊതിഞ്ഞതാണ് എന്ന് അറിവുണ്ടായിട്ട് അറിയില്ല എന്ന് പറയുന്നു. ഇതിനകത്തൊരു കാര്യമുള്ള, അപ്പോൾ ഒന്നുകിൽ ഈ മല്ലയ്യ വന്ന് അന്ന് സ്വർണം പൊതിഞ്ഞു എന്നും അതിനാസ്പദമായ രീതിയിൽ ഏതാണ്ടൊരു 5-6 മാസം നിലനിന്ന ആ കാര്യങ്ങളെല്ലാം നിരന്തരം പത്രത്തിൽ വന്നുകൊണ്ടിരുന്നത് ശുദ്ധമായ കളവാണ്. ഈ കാര്യത്തിൽ എനിക്ക് വിശ്വാസം മല്ലയ്യയാണ്. കാരണം അയാൾ ഇവിടെ നിന്ന് കക്കില്ല. അയാൾക്ക് വേറെ കക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുള്ള സ്ഥിതിക്ക് അയാൾ ഇവിടെ നിന്ന് കക്കില്ല.
അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മല്ലയ്യയാണ്. മല്ലയ്യായിരിക്കും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. വേറെ ആരും അത് പറഞ്ഞിരിക്കാൻ ഇടയില്ല. അപ്പോൾ മല്ലയ്യ സ്വർണം പൊതിഞ്ഞു എന്നും അന്ന് പത്രങ്ങളൊക്കെ എന്തൊരു വാർത്തയാണ് കൊടുത്തത്. ഈ കണ്ഠരര് രാജീവര് അതവിടെ നിന്നിങ്ങനെ അദ്ദേഹം എന്താണ് വെൺചന്ദ്രനെ പോലെ അവിടെ നിന്ന് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നതിൻ്റെയൊക്കെ ചിത്രം അന്നേ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പഴയ ഫയല് മാതൃഭൂമിയുടെയും മനോരമയുടെയൊക്കെ, അന്ന് ഈ ടി വി ഇല്ലല്ലോ, മാതൃഭൂമിയുടെയും മനോരമയുടെയും ഒക്കെ ഫയല് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഇതുണ്ടായിട്ടാണ് പറയുന്നത്, എന്താണ് പറയുന്നത്, തങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ എത്ര നിരുത്തരവാദിത്വപരമായിട്ടാണ് ഇതിനോട് ഇവരുടെ പെരുമാറ്റം ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര, അത് മാത്രമല്ല എന്തൊരു ഹീനമായ രീതിയിലാണ് ഇവർ കളവ് പറയുന്നത്. തങ്ങൾക്കിത് അറിയാനേ പാടില്ല എന്ന്. ദൈവത്തെയും പറ്റിച്ച് മനുഷ്യനെയും പറ്റിച്ച് ഇപ്പോൾ കോടതിയെയും പറ്റിക്കാൻ വേണ്ടി പോവുകയാണ് വാസു. എന്താ ഈ വാസുവൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം. അവരറിയുന്നില്ല എന്ന് പറയുന്നതാണ് തെറ്റ്. അവർക്ക് അസലായിട്ടറിയാം. ഇനിയിപ്പോൾ ഇത് പിടിച്ച എല്ലാവരും പറയും സ്വർണ്ണം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. ഇപ്പോൾ ആടിനെ പട്ടിയാക്കി, ഇനി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊന്ന് ഭക്ഷിക്കാനുള്ള തീരുമാനമാണ് ഇവരെടുക്കുന്നത്. ഇത് എവിടെ പോയി അവസാനിക്കും എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇതിനങ്ങനെ വെറുതെ വിടുന്നത് ഒരു ശരിയായ രീതിയേ അല്ല. അപ്പോൾ ഇവരിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് വളരെ ലളിതമായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രക്ഷയായി. ഇല്ലാത്ത സാധനം ഞാൻ എങ്ങനെ കൊടുക്കും? അതേ അവിടെ ഇല്ല എന്നും അതിന് രേഖയില്ല എന്നും പറയണ്. അപ്പോൾ രേഖയില്ലെങ്കിൽ രേഖ ആരെങ്കിലും മുക്കിയിട്ടുണ്ടാകും. പക്ഷെ അതുകൊണ്ട് കോടതിയിൽ ഇത് പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ വാസു ഇതുകൊണ്ടൊന്നും ഈ വെള്ളത്തിൽ ഈ പരിപ്പ് വേവിന്ത് കിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞാൽ വാസുവിന് കൊള്ളാം എന്ന് മാത്രമാണ്. ഇവരെല്ലാവരും ഒരേ കാര്യമാണ് പറയുന്നത്. ശബരിമലയെ കൊള്ളയടിക്കാൻ തീരുമാനിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇല്ല എന്ന് കള്ളസത്യവാങ്മൂലം കൊടുക്കുകയാണ്. ആ കള്ളസത്യവാങ്മൂലം കൊടുത്തതിൻ്റെ, ഈ സത്യവാങ്മൂലം കളവായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശിക്ഷയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിനുകൂടി അങ്ങേരെ ശിക്ഷിക്കേണ്ടതാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കലാണല്ലോ. കോടതിയല്ല, മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ദൈവത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്തൊരു, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ആദ്യം തന്നെ എന്താണ് പറഞ്ഞിരുന്നത്? എനിക്കിതൊന്നും അറിയില്ല, ഞാനവിടെ സ്വർണം കണ്ടിട്ടില്ല. ഇയാളവിടെ 12 കൊല്ലം പിന്നെ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? ആ പ്രശ്നമില്ലേ? പിന്നെ അവിടെ സ്വർണം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴത്തെ ബോർഡ് അതിന് മറുപടി പറയണം. ബോർഡ് പറയണമല്ലോ. മുൻ ബോർഡ് കമ്മീഷണറും പ്രസിഡൻറ്റും പറയുന്നു ശബരിമല സ്വർണത്തിൽ പൊതിഞ്ഞിട്ടില്ല എന്ന്. ശബരിമല സ്വർണത്തിൽ പൊതിഞ്ഞിട്ടില്ല എന്ന് മുൻ കമ്മീഷണറും പ്രസിഡൻറ്റുമായിരുന്ന വാസുവും പറയുന്നു. അതേ ഡിഫൻസ് തന്നെ ബാക്കിയുള്ളവരൊക്കെ എടുക്കുന്നു. ഈ കാര്യത്തെക്കുറിച്ച് ജയകുമാറിന് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്കറിയാൻ താല്പര്യമുണ്ട്. കാരണം ഇപ്പോഴത്തെ പ്രസിഡൻ്റാണല്ലോ അദ്ദേഹം, അഭിപ്രായം പറയണ്ടേ അതിനകത്ത്. അവിടെ അദ്ദേഹവും പറയട്ടെ, ഇവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് പറയാം, അല്ലെങ്കിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു എന്ന് പറയട്ടെ. ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡൻ്റ് ഒരു നിലപാട് അതിലെടുക്കണമല്ലോ. അദ്ദേഹമാണെങ്കിൽ 10-20 കൊല്ലമായിട്ട് ശബരിമലയിൽ പല രീതിയിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ കണ്ടിരിക്കാനെങ്കിലും ഇവിടെയുണ്ട്. പിന്നെ അദ്ദേഹം നിഷ്കളങ്കനായതുകൊണ്ട് ഈ ഫയലുകളൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകില്ല. നിഷ്കളങ്കനാണല്ലോ, അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ടുണ്ടാകില്ല. പക്ഷേ ചുറ്റിപ്പറ്റി നടന്ന സമയത്ത് ഇതൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ. അദ്ദേഹം ഉള്ള സമയത്തും ഈ ശാന്തിമാർ ഇത് വിറ്റുകൊണ്ടിരുന്നു. എന്ത്? നെയ്യ് വിറ്റുകൊണ്ടിരുന്നു. അദ്ദേഹം ഉള്ള സമയത്തും ഈ ശാന്തിമാരും തന്ത്രിമാരും ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ പണം അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന പണത്തിൻ്റെ കണക്കെന്താണെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുമില്ല, ഒരാളും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴദ്ദേഹം ഈ കാര്യത്തിൽ അദ്ദേഹം മറുപടി പറയണം. വാസു പറയുന്നു, അദ്ദേഹത്തിൻ്റെ മുൻഗാമി പറയുന്നു അവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്നറിയാൻ നമുക്കൊരു അവകാശമുണ്ടല്ലോ. അദ്ദേഹം അതിന് മറുപടി പറയട്ടെ. അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയാം. അദ്ദേഹം കൂടി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്വർണ്ണക്കൊള്ള കേസേ ഇല്ലാതെയായി.
പിന്നെ അങ്ങനെ കേസില്ലല്ലോ. പിന്നെ ദ്വാരപാലകന്മാരേ ഇല്ല എന്ന് പറയാം. അതൊക്കെ വെറുതെ മനുഷ്യരുടെ തോന്നലാണെന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്ന ഒരു സമീപനമാണ് ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് കഠിനമായ കാര്യമാണ്. അതിനെ ഇത് അയ്യപ്പൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞിരുന്നാൽ അയ്യപ്പൻ ഇതിന് ശിക്ഷിക്കാൻ പറ്റില്ല. ഇതിന് കോടതി തന്നെ ശിക്ഷിക്കണം. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് മൗനം വെടിഞ്ഞ് അവിടെ സ്വർണം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയണം. അത് കേൾക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങളെല്ലാം അതിന് കാത്തിരിക്കുകയാണ്.